ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അനാലിസിസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ABC കമ്പനി മാനുഫാക്ചേഴ്സ് ആൻഡ് സെൽസ് ടു പ്രൊഡക്ട്സ്. ഇവിടെ പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും ആണ്, രണ്ട് പ്രൊഡക്ട്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിൻ്റെ ഡാറ്റാസ് താഴെ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോക്കാം. ദ കോസ്റ്റ് ഡ്രൈവർ ഫോർ എഞ്ചിനീയറിംഗ് കോസ്റ്റ് ഈസ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഓർഡേഴ്സ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ $500 എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോസ്റ്റ് പ്രൊഡക്റ്റ് എയിലേക്കും പ്രൊഡക്റ്റ് ബിയിലേക്കും കൂടി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓർഡേഴ്സ് ആണ്. ഓക്കെ, യൂസിങ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ദ എഞ്ചിനീയറിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ പ്രൊഡക്റ്റ് എ വുഡ് ബി എന്നാണ് ചോദിക്കുന്നത്. സോ ഇത് വളരെ സിമ്പിളാണ്. അപ്പം ഇവിടെ ടോട്ടൽ എഞ്ചിനീയറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് $500,000 ആണ്. ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഓർഡേഴ്സ് ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാം പ്രൊഡക്ഷൻ ഓർഡേഴ്സ് പെർ പ്രൊഡക്റ്റ് ലൈൻ. ഈ ഒരു കോസ്റ്റ് ഡ്രൈവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 500,000 അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യാം. ടോട്ടലായിട്ട് എത്ര കോസ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ ടോട്ടൽ കാണാം. 24 + 16 ദാറ്റ് ഈസ് 40. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പ്രൊഡക്റ്റ് എൻ്റെ ആണ്. സോ ഈ 40ൽ പ്രൊഡക്റ്റ് എൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 24 അല്ലേ. സോ 500,000 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 40. നമുക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 300,000. 300K കിട്ടും നമുക്ക്. ഓക്കെ, സോ ഈ ഒരു എഞ്ചിനീയറിംഗ് കോസ്റ്റ് ആയ 500,000ൽ നിന്നും 300K നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പ്രൊഡക്റ്റ് എയിലേക്കാണ്. സോ ക്വസ്റ്റ്യനിൽ അതാണ് ചോദിച്ചിരിക്കുന്നത്. ദ എഞ്ചിനീയറിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എ എന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് എയിലേക്ക് നമ്മൾ 300 യൂണിറ്റ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ആ പ്രൊഡക്റ്റ് എന് എത്ര എണ്ണം ഉണ്ട്? 40,000 അല്ലേ. സോ 300K ഡിവൈഡഡ് ബൈ 40K ചെയ്താലേ നമുക്ക് ഒരു യൂണിറ്റിലേക്ക് എത്രയാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഡിവൈഡഡ് ബൈ 40,000 ദാറ്റ് ഈസ് $7.5 per unit. $7.5 per unit. അപ്പോൾ എഞ്ചിനീയറിംഗ് കോസ്റ്റ് ആയിട്ട് ഒരു യൂണിറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് 7.5 യൂണിറ്റ്സ് ആണ്, $7.5 ആണ്. ഇത് മനസ്സിലായി എല്ലാവർക്കും വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഈസ് എ കോസ്റ്റിംഗ് സിസ്റ്റം. ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് നോക്കാം. യൂസിങ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ദ എഞ്ചിനീയറിംഗ് കോസ്റ്റ് അസൈൻഡ് ടു പ്രൊഡക്റ്റ് എക്സ് ആൻഡ് പ്രൊഡക്റ്റ് വൈ. പ്രൊഡക്റ്റ് എക്സിലേക്കും പ്രൊഡക്റ്റ് വൈയിലേക്കും എത്ര എഞ്ചിനീയറിംഗ് കോസ്റ്റാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ടോട്ടൽ എഞ്ചിനീയറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 350,000 ആണ്. 350,000. ഓക്കെ, ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഡ്രൈവർ എന്താണെന്ന് നോക്കാം. ഇവിടെ എഞ്ചിനീയറിംഗ് ഹവേഴ്സ് തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ പ്രൊഡക്റ്റ് എക്സിലേക്ക് ആവുന്ന എഞ്ചിനീയറിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് 15,000 ഹവേഴ്സ് ആണ്. ആൻഡ് പ്രൊഡക്റ്റ് വൈയിലേക്ക് ആവുന്നത് 10,000 ഹവേഴ്സ് ആണ്. ഓക്കെ, സോ 350,000 എഞ്ചിനീയറിംഗ് കോസ്റ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഹവേഴ്സ് ആണ്. ഇവിടെ ടോട്ടൽ എത്ര എഞ്ചിനീയറിംഗ് ഹവേഴ്സ് ഉണ്ട്? 15 + 10 ദാറ്റ് ഇസ് 25,000 ഉണ്ട്. ഈ 25,000ൽ നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് എക്സിൻ്റെത് കാണാം. ഓക്കെ, പ്രൊഡക്റ്റ് എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 15,000 അല്ലേ. ഈ 25,000 എന്ന് പറയുന്നത് 15,000 + 10,000 ആണ്, അതായത് 25,000. അതിൽ പ്രൊഡക്റ്റ് എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15,000 ആണ്. സോ 15,000 നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും. 350,000 ഇൻറ്റു 15,000 ഡിവൈഡഡ് ബൈ 25,000 ദാറ്റ് ഈസ് $210,000. അപ്പോൾ പ്രൊഡക്റ്റ് എക്സിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് $210,000 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞത് 350K ആണ്. അതിൽ എക്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് 210K ആണെങ്കിൽ വൈയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ജസ്റ്റ് മൈനസ് ചെയ്താൽ പോലെ ഇതുപോലെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? സോ 350 - 210 ദാറ്റ് ഈസ് 140K. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ടോട്ടൽ 350K ആണുള്ളത്. ആ 350Kനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഹവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. എക്സിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് 210K ആണ്. ടോട്ടൽ 350Kന്ന് 210K എക്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ആർക്കായിരിക്കും? ബാക്കി വൈയിലേക്ക് ആക്കി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക.
സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതുപോലെ കോസ്റ്റ് ഡ്രൈവേഴ്സ് എഴുതി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. 350K ടോട്ടൽ നിന്നും എക്സിലേക്ക് കൊടുത്ത 210K മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വൈയിലേക്കുള്ളത് കിട്ടും. എക്സും വൈയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 350 കിട്ടുന്നതാണ്. സോ 350K മൈനസ് 210K ദാറ്റ് ഈസ് 140K. ഈ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദി ക്ലാസ്.